കേരളത്തിന്റെ ബാല്യം ഇതെങ്ങോട്ടാണ്? 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ കൊലക്കത്തിയും പിച്ചാത്തിയും എടുക്കുന്ന സംഭവങ്ങൾ ഏറി വരികയാണ്. സഹപാഠികളുടെയും സുഹൃത്തുക്കളുടെയും കൊലക്കയറി ജീവൻ പൊലിഞ്ഞവരുടെ കൂട്ടത്തിലേക്ക് താമരശ്ശേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസിന്റെ പേരുകൂടി ചേർക്കപ്പെടുന്നു. ഇന്നലെ രാത്രി 12:30യോടെയാണ് വെറും 15 വയസ്സ് മാത്രം വരുന്ന വിദ്യാർത്ഥികളുടെ സംഘടിത ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഷഹബാസ് മരണപ്പെടുന്നത്. ഏറ്റവും അധികം ഞെട്ടിക്കുന്ന വിവരം ഷഹബാസിന് നേരെയുണ്ടായ ആക്രമണം ആസൂത്രിതമായിരുന്നുവെന്നതാണ്. അത് തെളിയിക്കുന്ന വിദ്യാർത്ഥികളുടെ വാട്സപ്പ് ചാറ്റുകളും ഇൻസ്റ്റഗ്രാം ചാറ്റുകളും പുറത്തുവരുമ്പോൾ കേരളത്തിന്റെ ബാല്യം ഏതു മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന വസ്തുത ആശങ്കപ്പെടുത്തുന്നു. ഒരാളെ കൊല്ലുമെന്നും കൂട്ടത്തിൽ ആള് മരിച്ചാൽ കേസെടുക്കില്ലെന്നും കേസ് തള്ളിപ്പോകുമെന്നും ചിന്തിക്കാൻ മാത്രം വെറും 15 വയസ്സ് മാത്രം വന്ന കുട്ടികൾക്ക് എങ്ങനെ ധൈര്യം വന്നു? ഇതെല്ലാം കൂടുതൽ ആശങ്കപ്പെടുത്തുന്നതാണ്. മരണപ്പെട്ട ഷഹബാസിന്റെ സുഹൃത്തുക്കളും അത് തന്നെയാണ് പറയുന്നത്. വളരെ നിസ്സാരമായി പറഞ്ഞു തീർക്കേണ്ട വിഷയം ഇന്ന് ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ എടുത്തിരിക്കുന്നു. ക്രൂരമായി നടത്തിയ ആക്രമണത്തിന് ശേഷവും ലേശം പോലും കുറ്റബോധവും സഹാനുഭൂതിയും തോന്നാത്ത വിധത്തിൽ വികൃതമായിരിക്കുന്ന വിദ്യാർത്ഥികളുടെ മനോനില. സ്കൂളുകളിലും ട്യൂഷൻ സെന്ററുകളിലും വിദ്യാർത്ഥികൾ തമ്മിലുണ്ടാകുന്ന വാക്കുതർക്കങ്ങളും വഴക്കുകളും പതിവാണ്. അത് എല്ലായിടത്തുമുണ്ട്. എന്നാൽ പരസ്പരം സംസാരിച്ച് തീർക്കേണ്ടിയിരുന്ന നിസ്സാരമായൊരു വിഷയത്തിൽ ഒരാളെ കൊല്ലണമെന്ന് ചിന്തിക്കാൻ മാത്രം വികൃതമാകുന്ന കുട്ടികളുടെ മാനസികാവസ്ഥയ്ക്ക് കാരണം എന്താണ്? എലൈറ്റിൽ വട്ടോളി MJ ഹയർ സെക്കൻഡറി സ്കൂളിലെയും താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെയും കുട്ടികളാണ് പരസ്പരം ഏറ്റുമുട്ടിയത്. ഇവർ പഠിക്കുന്ന കോഴിക്കോട് താമരശ്ശേരിയിലെ ഒരു സ്വകാര്യ ട്യൂഷൻ സെന്ററിൽ ഒരു ഫെയർവെൽ പാർട്ടി നടക്കുന്നു. എലൈറ്റിൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ നൃത്തപരിപാടിക്കിടെ ഫോൺ തകരാറിലായി പാട്ട് നിന്നത് താമരശ്ശേരി GVHSS വിദ്യാർത്ഥികൾ കളിയാക്കുന്നു. ഇതാണ് വിദ്യാർത്ഥികൾ തമ്മിലുള്ള പക വളർന്ന് കൂട്ടത്തല്ലിലേക്ക് എത്താനുള്ള കാരണം. അതിന്റെ പേരിൽ വ്യാഴാഴ്ച വൈകിട്ട് ട്യൂഷൻ സെന്ററിന് സമീപത്ത് മുഹമ്മദ് ഷഹബാസ് ഉൾപ്പെടെ ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്നവരും പഠിക്കാത്തവരുമായ ഇരു സ്കൂളിലെയും വിദ്യാർത്ഥികൾ സംഘടിച്ചെത്തി കൂട്ടത്തല്ലിൽ കലാശിക്കുന്നു. മുഹമ്മദ് ഷഹബാസിനെ സുഹൃത്തുക്കൾ അവിടേക്ക് വിളിച്ചുകൊണ്ടുവരികയായിരുന്നു. നഞ്ചക്കും ഇടിവളയും ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചാണ് വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടിയത്. പുറമെ കാര്യമായ പരിക്ക് കാണാതിരുന്ന മുഹമ്മദ് ഷഹബാസ് വീട്ടിലെത്തി അവശനിലയിലായതോടെയാണ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചത്. കൂട്ടത്തല്ലിൽ ഒരാൾ മരിച്ചാൽ പോലും പ്രശ്നമില്ലെന്ന വിദ്യാർത്ഥികളുടെ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിൽ വന്ന ഓഡിയോ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഷഹബാസിനെ ആക്രമിച്ചവരിൽ മുതിർന്നവരും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ഷഹബാസിന്റെ പിതാവ് പറയുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് 5 വിദ്യാർത്ഥികളെ കസ്റ്റഡിയിൽ എടുത്തിരുന്നെങ്കിലും പിന്നീട് അവരെ വിട്ടയച്ചു. ഇന്ന് അവരെ വീണ്ടും ജുവനൈൽ ജസ്റ്റിസിന് മുന്നിൽ ഹാജരാക്കണമെന്ന് അവരുടെ കുടുംബത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 15 വയസ്സ് മാത്രമുള്ള വിദ്യാർത്ഥികൾക്ക് കൊല്ലാനുള്ള പക എവിടെ നിന്ന് വന്നു എന്നാണ് കേരള മനസാക്ഷി തന്നെ ചോദ്യം ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൂടി വരികയാണ്. കേരളത്തിന്റെ ബാല്യം ജുവനൈൽ ഹോമുകളിലേക്ക് എത്തുമ്പോൾ അവിടേക്ക് അവരെ എത്തിക്കുന്നതിനുള്ള മാനസികാവസ്ഥയെ രൂപപ്പെടുത്തുന്ന ഘടകങ്ങൾ എന്തൊക്കെയെന്ന് കൃത്യമായി മനസ്സിലാക്കി അത് പരിഹരിക്കേണ്ടതുണ്ട്. സ്കൂളുകളിലെ കൗൺസിലിംഗ് ഓഫീസർ തസ്തികകൾ പേരിനു വേണ്ടി മാത്രമുള്ളവയായി മാറുന്നു. കൃത്യമായ നടപടികൾ ഏറ്റവും പ്രാഥമികമായ ഇടങ്ങളിൽ നിന്ന് തന്നെ എടുത്തു തുടങ്ങണം.